പിതാവ് തന്നെയാണ്, പുത്രൻ തന്നെയാണ്, അല്ല പുത്രനും പിതാവും ഒന്നാണെന്നും ഇവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ പുത്രനും പിതാവും, അതായത് പിതാവും പുത്രനും ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നില്ലേ? യേശു പറയണ വാക്കാ. അതെ 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 അതെ. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവർക്ക് ഒരു അലക്കാരല്ലേ കള്ള. അല്ലല്ല, ഞങ്ങൾക്ക് ഇതിപ്പം പിന്നെ സെബാസ്റ്റിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളിതൊന്നും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതുണ്ടോന്ന് അറിയാൻ വേണ്ടി. അതിന്റെ അപ്പൊ സെബാസ്റ്റ്യൻ എക്സാക്ട് മീനിങ് ഞാനും പിതാവ് ഒന്നാകുന്നു പറഞ്ഞതാണ്. അത് ഈ വാക്യമാണ്, ഞാനും പിതാവ് ഒന്നാകുന്നു, അതാണ്. അതെ അതെ അതെ. അതിന് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് യേശുക്രിസ്തു ഏത് സമയത്ത് നോക്കിയാലും പിതാവിനെ കുറിച്ച് പരാമർശിക്കാറുണ്ട്. എന്റെ പിതാവ് എന്നെക്കാളും വലിയവൻ, പിതാവ് നിങ്ങൾക്ക് ഇങ്ങനെ പിതാവിനെ കുറിച്ച് പറയും. അപ്പോ യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ യേശുവിനോട് ചോദിക്കും, യേശുവെ, നീ എപ്പോ നോക്കിയാലും പിതാവ് പിതാവ് എന്ന് പറയുന്നു, ഞങ്ങൾക്ക് ആ പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറയും. അപ്പൊ യേശു പറയും, ഞാൻ ഏതാ ഇത്രയും വചനം? നാള് തപ്പണ്ടി വരുമ്പോ നിങ്ങൾ ഗൂഗിൾ, ഇതൊക്കെ ഇപ്പൊ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഓക്കെ, നാണമില്ലേ? പറഞ്ഞു പറഞ്ഞു. ഓക്കെ ഓക്കെ. ജസ്റ്റ് ഇപ്പൊ ജെമിനി ഇതൊക്കെ ഉണ്ട്, ഇവരിലൊക്കെ ജസ്റ്റ് ഒരു രണ്ടുപേര് അടിച്ചെടുത്ത് അപ്പൊ തന്നെ വരും ഏതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ പറയും, ഇത്രയും നാള് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, അല്ല പിതാവിനെ അറിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ കണ്ടുമിരിക്കുന്നു എന്ന് പറയും. പിന്നെ പിതാവിനെ കാണിച്ചു തരുന്നത് എങ്ങനെ എന്ന് യേശു പറയുന്നുണ്ട്. അതെ, മനസ്സിലായില്ല, അതുകൊണ്ട് കേട്ടു ഞാൻ. അല്ല അവിടെ യേശുക്രിസ്തു പറയുന്നത് വെച്ചാല് എന്നെ കൂടാതെ ഒരു പിതാവ് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ പറയുന്നത്. കാരണം ഇവര് ചോദിക്കുന്നത് ഇവർക്ക്, കാരണം ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിതാവുണ്ട്, കാരണം അവർ പിതാവിൽ വിശ്വസിക്കുന്നത് ഈ യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ യഹൂദന്മാരായിരുന്നു. അപ്പൊ അവർക്ക് അവര് പിതാവ് ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എപ്പോഴും നോക്കിയാലും യേശുക്രിസ്തു ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോ നോക്കിയാലും പിതാവിന്റെ നാമത്തിലും പിതാവിനെ അഭിസംബോധന ചെയ്തിട്ടാണ് യേശു കാര്യങ്ങൾ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് പിതാവിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ പിതാവിനെ ഒന്ന് അറിയണം എന്നുള്ള താല്പര്യം പറയുമ്പോ ആണ് ചോദിക്കുന്നത്, യേശുവെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ എന്ന് പറയുന്നു. അപ്പൊ യേശു തിരിച്ചു ചോദിക്കുന്നത്, പിതാവ് എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥമായ ഞങ്ങളുടെ ദൈവമാണെന്നോ അല്ലെങ്കിൽ സൃഷ്ടാവാണെന്നോ ഇങ്ങനൊന്നുമല്ല പറയണത്. മറിച്ച് യേശു പറയണത്, ഫിലിപ്പോസേ, ഇത്രയും നാള് നീ എന്നോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു എന്ന് പറയും. പിന്നെ നിങ്ങൾ പിതാവിനെ കാണിച്ചു തരാൻ പറയുന്നത് എങ്ങനെ? ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയും യേശു. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പഴയ രണ്ട് പഴയ വ്യക്തികളായിട്ട് കാണുന്നില്ല. അങ്ങനെ രണ്ട് വ്യക്തികളാണ്. പിതാവ് എന്നത് ഒരു ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പറയുമ്പോ ഞാൻ പറയും, പറയുന്നതോ ഈ വചനത്തെ അവൻ എന്ന് പറയുന്നുണ്ടല്ലോ എടാ ബൈബിളില്. ടൈഗർ മോനെ, നീ അവിടെ ചെന്ന് കലക്കാതെ എനിക്കൊക്കെ മനസ്സിലാവാൻ ചെന്നിട്ട് അല്ലേ? നമ്മളിത് കേൾക്കാത്തതല്ല. ഞാൻ അയാമിന്റെ രീതി എന്താണെന്ന് ഈ അറിയാൻ ഏത് വേണ്ടിട്ടാണ്. വചനം നിങ്ങൾ ഏത് വചനത്തെ കുറിച്ച് ചോദിക്കുന്നത്? ഏത് വചനത്തെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നത്? പിന്നെ അവര് ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിരുന്നത്, ഇന്നും കേട്ടത്, ഈ തൃത്വത്തിന്റെ ഒരു ഇതിൽ കേട്ടിരിക്കുന്നത്, അവര് പറഞ്ഞത് പിന്നെ ഈ അവൻ, വചനത്തെ അവൻ എന്ന് പറയുന്നത്. അപ്പം യേശു ഒരു പേഴ്സൺ ആണ്. യഹൂദന്റെ അതുപോലെ ഒരു പിതാവും. പോയറ്റിക് ശൈലി, അല്ല അത് യഹൂദന്റെ ഒരു പോയറ്റിക് ശൈലിയാണ് ഈ വചനത്തെയും ജ്ഞാനമില്ല, ജ്ഞാനം എന്ന് വെച്ചാൽ വിശ്വത്തെ അവനെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ രാഷ്ട്രത്തെ അവനെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ വ്യക്തി 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 എന്ന നിലയിൽ വ്യക്തിപ്രഭാവം കൊടുത്തുകൊണ്ട് പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ഏത് പിതാവിനോടാണ് ചോദ്യം? ഏത് പിതാവിനോടാണ് അല്ലല്ല, പ്രാർത്ഥിച്ചത്? അതായിട്ടില്ല. ഇത് കഴിയട്ടെ. അപ്പൊ ഈ വ്യക്തിത്വം കൊടുത്ത് കൽപ്പിച്ച് പറയാറുണ്ട്. പക്ഷെ അതിനർത്ഥം ഇപ്പൊ വിസ്റ്റത്തെ, ജ്ഞാനത്തെ അപ്പൊ പറയുന്നുണ്ട്, ജ്ഞാനം അതെവിടെ കിട്ടും എന്നൊക്കെ പറയപ്പെടും. അവൻ എന്നൊക്കെ പറയുന്നുണ്ട് ജ്ഞാനത്തിന്. അപ്പൊ ഒന്നുമില്ല, ജ്ഞാനം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ വിസ്റ്റത്തെ തന്നെ ജ്ഞാനം പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം അത് ഒരു വ്യക്തിയാണെന്നില്ല. പിന്നെ വചനം എന്നത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഇപ്പൊ പറയുന്നില്ലേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, കൃപയും സത്യം നിറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ ചോദിച്ചത്. അതില് അവൻ, ഇതിലൊക്കെ അവൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അവര് അതിൽ വ്യക്തികൾ എന്ന് കാണുന്നത് ഈ അല്ല അവൻ എന്നുള്ള അത് വിളിയാണ്. അല്ല മറ്റൊരു വ്യക്തിയല്ല അത്. അതാണ് ഞാൻ പറഞ്ഞതേ. ഇപ്പൊ അവൻ എന്നുള്ള ഇപ്പൊ അതിനകത്ത് വേറെ വിഷയം എന്ന് വെച്ചാല്,
ഇവിടെയൊക്കെ ഇല്ല, പക്ഷെ അത് ഗ്രീക്കിലെ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ അതായത് ദൈവത്തിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ചേർക്കും. ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നമുക്കറിയാമോ? എന്ന് വെച്ച് ദി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇല്ല, ദ ഗോഡ്, ദ ഗോഡ്, ദ ഗോഡ് എന്ന് ഓക്കെ പറയുന്നത്. ഓക്കെ അപ്പൊ ഒരേ സെന്റൻസിൽ അതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇതിപ്പോ രണ്ടും സെപ്പറേറ്റ് കോഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം? രണ്ടിനും ദി വരണം. അപ്പൊ നിങ്ങൾ അതിന്റെ ഗ്രീക്ക് ടെക്സ്റ്റ് ഇത് വേണമെങ്കിൽ ഇവരെ നമ്മുടെ ഇതില്ല, എന്നിട്ട് എന്നാ പറഞ്ഞ ബൈബിൾ ഹബിൽ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ ഈ പറയുന്ന ദൈവവും വചനവും രണ്ടും രണ്ടാളാണെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ രണ്ടിനും ദി ചേർക്കണം. കാരണം അത് പിന്നെ ബിബ്ലിക്കൽ റൂൾസ് ആണ്, ദൈവത്തിന്റെ മുമ്പിൽ ദി ചേർക്കണം എന്നുള്ളത്. പക്ഷെ ഒരേ സെന്റൻസിൽ ഒരേ കാര്യത്തെ പരാമർശിക്കുമ്പോൾ ഒരെണ്ണത്തിന് മാത്രം ദി മതി. ഇത് ഈ ഉദ്ദേശിക്കുന്ന ആള് രണ്ടെണ്ണം ഇല്ല, ഒരാള് തന്നെയാണ്. അങ്ങനെ ഒരു റൂൾസ് ഉണ്ട്. അങ്ങനെ ഉള്ള ഇതില് ഈ പറഞ്ഞ വചനത്തിനാണ് ദി ഉള്ളത്. അപ്പൊ മനസ്സിലായി? മറ്റേ അവൻ ദൈവത്തോട്, അപ്പൊ ദൈവത്തിന് ദി ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ദ ഗോഡ് എന്ന് പറയുന്ന പോലെ. അപ്പൊ അതൊക്കെ അതിന്റെ സൈക്കോളജി. ശരിക്കും അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ പാടില്ലാത്തതാണ് എങ്കിലും പറ, നമുക്ക് വണ്ണസ് കേൾക്കുന്നതാണ്, നമുക്കറിയാം. എന്നാലും അയാമിന്റെ അതുകൊണ്ട് എനിക്ക് വേറെ ഫൈസൽ കൊണ്ടല്ല, ഞാൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ബാക്കിൽ. ഫൈസലിന്റെ ബാക്കിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. സെബാസ്റ്റ്യന്റെ നിങ്ങൾ കൊടുത്തോട്ട മാസ്റ്റർ ഒരു ഡിബേറ്റ് ഉണ്ട് ചേട്ടാ. ശരിക്കും നിങ്ങൾ പറഞ്ഞു അതിന്റെ അപ്പുറം കുറെ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. പറഞ്ഞേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ടൈഗർ, ഒരു മിനിറ്റ്. ഒരു ചെറിയ ചോദ്യം, ഉറക്കം പുള്ളി വന്നു. ഒറ്റ കംപ്ലീറ്റ് ചോദ്യം ചെയ്യട്ടെ ഉള്ളൂ. പി.എം.എ. പുള്ളി എന്തെന്ന് ലാസ്റ്റ് പറയാൻ പറഞ്ഞ പോയ എന്തൊരു സംഭവം. ഒറ്റ മിനിറ്റ്, പുള്ളി ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പുള്ളി ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത്ര ഉള്ളു അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അത് സെപ്പറേറ്റ് രണ്ട് വ്യക്തികളല്ല. ഈ വ്യക്തികളായ തന്നെ അർത്ഥം മാറില്ല. ഇപ്പൊ അവൻ ദൈവത്തോട് കൂടിയായിരുന്നു, അപ്പൊ അവനൊരു ദൈവമാണ്, ഈ ദൈവം മറ്റൊരു ദൈവത്തോട് കൂടിയെന്ന് അർത്ഥം വന്നില്ല. ഇപ്പൊ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്നൊക്കെ വരും. അപ്പൊ അവനും വചനം വേറൊരു ദൈവമായിരുന്നു ദൈവം. പറയുന്നില്ലേ? അപ്പൊ കൂടെ വചനം ദൈവമായിരുന്നു. അല്ല, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു അർത്ഥമാക്കിയത് പറയുന്നുണ്ടല്ലോ. വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം അല്ല, ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് ലാസ്റ്റാണ് പറയുന്നു. പറയുന്നത് വചനം ദൈവമായിരുന്നു. ആദ്യം വചനം ആ ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് ദൈവമായിരുന്നു. കൂടെയായിരുന്നു, അതെ 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 ദൈവമായിരുന്നു. അതെ. അപ്പൊ അത് സംഭവം എന്ന് വെച്ചാല് വചനം എന്ന് പറഞ്ഞാൽ അത് രണ്ട് വചനമുണ്ട്. ഒന്ന് സ്പോക്കൺ വേർഡ് ഉണ്ട്, ഒന്ന് മെന്റൽ വേർഡ് ഉണ്ട്. ഇപ്പൊ സ്പോക്കൺ വേർഡ് ആണ് നമ്മുടെ ഉൽപ്പത്തി 1:1 എന്ന് പറഞ്ഞാല് അത് ദൈവത്തിന്റെ സ്പോക്കൺ വേർഡാ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അത് ദൈവത്തിന്റെ സ്പോക്കൺ വേർഡാ, ദൈവം പറയുന്ന വേർഡാ. പക്ഷെ ഈ സ്പോക്കൺ വേർഡ് പറയുന്നതിന് മുമ്പ് അത് അവന്റെ മെന്റൽ വേർഡാ. അത് ആക്ച്വലി ഈ സംഭവം യോഹന്നാൻ പറയാൻ കാര്യം തന്നെ ഈ പിന്നെ ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇങ്ങനത്തെ ഒരു വാദങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇതിലുള്ള പോലെ ഓങ്കാരം മൂന്നായി പിരിഞ്ഞു എന്ന് പറഞ്ഞ ഹിന്ദു മതത്തിലുള്ള പോലെ തന്നെ ഗ്രീക്കുകാരുടെ ഇടയിൽ ഈ ഇങ്ങനത്തെ വാദങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വചനം, അതായത് ദൈവശബ്ദമാണ് ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു വാദങ്ങളും ഇവരുടെ ഇടയിലേക്ക് ഉണ്ടായിരുന്നു, ഈ ഗ്രീക്കുകാരുടെയും ടീംസിന്റെ ഇടയിൽ. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ സംഭവം ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ, ഈ സംഭവം. അപ്പൊ ഇത്രയുള്ള സംഭവം ദൈവത്തിന്റെ സ്പോക്കൺ വേർഡ് ഉണ്ട്, മെന്റൽ വേർഡ് ഉണ്ട്. അപ്പൊ ഇപ്പൊ വെളിച്ചം ഉണ്ടാകട്ടെ എന്നവൻ സ്പോക്കൺ വേർഡ് പറയുന്നതിന് മുമ്പ് അത് അവന്റെ മെന്റൽ വേർഡാ, വെളിച്ചം ഉണ്ടാകട്ടെ എന്നുള്ളത്. അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവത്തിന്റെ മെന്റൽ വേർഡാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ, ലോക സ്ഥാപനത്തിന് മുന്നമേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന്. അപ്പൊ യേശുക്രിസ്തുവായി ഭൂമിയിലേക്ക് വരുന്ന കാര്യം ദൈവത്തിന് ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള തോട്ടാണ്, എന്നുവെച്ചാൽ ദൈവത്തിന്റെ ചിന്താഗതിയാണ്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ പിന്നെ എന്ത് ദൈവം ഇത് മനുഷ്യൻ പാവം ചെയ്തൊക്കെ മുന്നമേ കണ്ടോന്ന്? അതവന്റെ മുന്നറിവാണ്, അവൻ സകലത അറിയുന്നവനാണ്. അപ്പൊ ഈ യേശുക്രിസ്തുവായി ഈ ഭൂമിയിലേക്ക് വരുന്നത് ദൈവത്തിന്റെ പിന്നെ മനസ്സിലുള്ള അല്ലെങ്കിൽ ചിന്തയിലുള്ള മുന്നമേ ഉള്ളൊരു പദ്ധതിയാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരുള്ള. അപ്പൊ കുഞ്ഞാട് അറക്കപ്പെട്ട 2000 വർഷം മുമ്പാ. പക്ഷെ അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം ലോക സ്ഥാപനത്തിന് മുന്നമേ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ള. അപ്പൊ ഈ ക്രൂശീകരണം എന്നുള്ളത് ദൈവത്തിന്റെ മുൻ പദ്ധതിയാണ്. പറഞ്ഞു മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഹലോ.
കേൾക്കാം കേൾക്കാം കേൾക്കുന്നുണ്ട്. ആ ആ ആ